സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചിരിക്കും. ഹബൂക്ക് 3:2 വാക്യം. എത്രത്തോളം കർത്താവെ, ഹബൂക്ക് 1:2 നീതിയെ വികൃതമാക്കിയ അധികാരികളെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ നിഷ്ക്രിയത്തിലേക്ക് പ്രവാചകനായ ഹബൂക്ക് വിലപിച്ചു. നാം നിരാശയുടെ ദൈവത്തെ തിരിഞ്ഞ സമയത്ത് ചിന്തിക്കുക. നീതി കിട്ടാതെ പോയ നിമിഷങ്ങളിൽ നമ്മുടെ വിലാപം, പ്രത്യാശ നഷ്ടപ്പെട്ട ആശുപത്രി യാത്ര, തുടർച്ചയായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ കുഞ്ഞുങ്ങൾ. ഓരോ തവണയും ഹബക്കൂക്ക് വിലപിച്ചപ്പോൾ ദൈവം അവൻ്റെ നിലവിളി കേട്ടു. വിശ്വാസത്തോടെ കാത്തിരിക്കുമ്പോൾ നമ്മുടെ വിലാപത്തെ സ്തുതികളാക്കി മാറ്റാൻ പ്രവാചകനിൽ നിന്ന് നമുക്ക് പഠിക്കാം. കാരണം അവൻ പറഞ്ഞു, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചിരിക്കും. അവന് ദൈവത്തിൻ്റെ വഴികൾ മനസ്സിലായില്ല, എങ്കിലും അവനിൽ വിശ്വസിച്ചു. വിലാപവും സ്തുതിയും വിശ്വാസത്തിൻ്റെ പ്രവർത്തികളാണ്, വിശ്വാസത്തിൻ്റെ പ്രകടനങ്ങളാണ്. അവൻ്റെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയുള്ള ദൈവത്തോടുള്ള അപേക്ഷയായിരുന്നു. നാം വിലപിക്കുന്നു. അവനെക്കുറിച്ചുള്ള നമ്മുടെ സ്തുതി, അവൻ ആരാണെന്നതിന് നമ്മുടെ അത്ഭുതകരവും സർവശക്തനായ ദൈവം അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഒരു ദിവസം അവൻ്റെ കൃപയാൽ ഓരോ വിലാപവും സ്തുതിയെ മാറും. ഇന്ന് നിങ്ങളുടെ വിലാപങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് അവയെ എങ്ങനെ സ്തുതികളാക്കി മാറ്റാനാകും? പ്രാർത്ഥിക്കാൻ. പ്രിയ യേശുവേ, അങ്ങ് ആരാണെന്നും എൻ്റെ ജീവിതത്തിൽ അങ്ങ് ചെയ്തത് എന്താണെന്നും എന്നെ ഓർമ്മിപ്പിക്കണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നടക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.